നീ ഇത് എവിടെയായിരുന്നു ജോൺ? എത്ര തവണയെ ഞാൻ വിളിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിനക്ക് ഫോണെങ്കിലും ഒന്ന് എടുത്തോടെ. നീ ആഗ്രഹിച്ച പോലത്തെ സെൻസേഷണൽ ന്യൂസ് തന്നെ നിനക്ക് കിട്ടിയില്ലേ? കൊടുക്ക്, കൊടുക്ക്. റേപ്പിസ്റ്റ് ആയ ക്രിമിനലിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർക്ക് സംഭവിച്ചത് അങ്ങനെ ഒരു ഹെഡ്ലൈനും കൊടുക്ക്. ജോൺ, നാട്ടുകാരാഘോഷിക്കട്ടെ. അതെയൊന്ന് നിർത്ത ജോൺ. അതെ, ഞാൻ മിണ്ടാൻ പാടില്ല. മേരി ഫിലിപ്പ് തീരുമാനിക്കും. ഞാൻ ക്യാമറയും കൊണ്ട് നടന്നോണം പട്ടിയെ പോലെ പുറകെ. ജോൺ, നിന്നോടൊരു 100 വട്ടം ഞാൻ പറഞ്ഞത് നമുക്കിത് വേണ്ടാന്ന് നിർത്താന്ന്. അപ്പം നീ എനിക്ക് ജേർണലിസ്റ്റ് ഉണ്ടാക്കാൻ വന്നു. ഇതിനൊക്കെ കാരണം നിന്റെ സ്വാർത്ഥത. അതെങ്ങനെ? നീയാണല്ലോ ശരി, നീ മാത്രം. ജോൺ, എന്താ ഈ വിഷയം കാണാൻ പുറത്തിറങ്ങിയ അവസ്ഥ എനിക്കറിയാലോ. 2 ജേർണലിസ്റ്റുകൾ, അതും അവരുടെ ജോലിക്കിടയിൽ. വാർത്ത പുറത്തിറങ്ങിയ അപ്പം തുടങ്ങും രാഷ്ട്രീയക്കാര്, സ്ത്രീ സുരക്ഷ, അവൻ്റെയൊക്കെ അമ്മയുടെ ചാനൽ ചർച്ച. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പേരും പ്രശസ്തിയും നിനക്കിപ്പോൾ കിട്ടും. ജോൺ, നമ്മളിത് പുറത്ത് കൊടുത്താലല്ലേ അറിയൂ ജോൺ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. ജോൺ പ്ലീസ്, ജോൺ നോക്ക്. ജോൺ, ഈ അവസ്ഥയിൽ നീയല്ല എൻ്റെ കൂടെ നിൽക്കണ്ടേ? അയാളെ നമ്മളെ വിളിച്ചു വരുത്തിയാന്ന് എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾ അവിടെ ഏതവസ്ഥയിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ഇതൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കേസ് കൊടുക്കാൻ പാടില്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നീ അവസാനം പറഞ്ഞ എന്താ ജോൺ? You are a cheat. ഞാനാണോ ചീറ്റ് ചെയ്തേ? പിന്നെ ഞാനിതാണോ ആഗ്രഹിച്ചേ? എനിക്കറിയില്ല മേരി. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഇനി എങ്ങോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല മേരി. എൻ്റെ സ്വപ്നങ്ങൾ, മുന്നോട്ടുള്ള എൻ്റെ ജീവിതം, ഇതൊക്കെ തീരുമാനിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല. നീ ഒരു ഭീരുവാ. നീ പറഞ്ഞതൊക്കെ വെറും കള്ളോ. നിനക്കിഷ്ടമല്ലാതെ നീ പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്നാ നീ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. നാളെ മറ്റൊരിടത്ത് സംഭവിച്ച അപ്പോഴേ നീ ഇതൊക്കെ തന്നെയല്ലേ പറയാ? നിന്നെ വിളിച്ചു വരുത്തിയ പോലെ അയാൾ ഇനി വേറൊരു ജേർണലിസ്റ്റിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഇതിനു മുന്നേ ഇന്റർവ്യൂ ചെയ്ത മേരി ഫിലിപ്പിനെ കുറിച്ച് പറയും. പിന്നെ അയാൾ ഉണ്ടാക്കുന്ന കെട്ടുകഥ അത് പരസ്യപ്പെടുത്താൻ പറഞ്ഞാ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിൽ ഏത് മാധ്യമ പ്രവർത്തകൻ അത് വേണ്ടാന്ന് വെക്കുക. അയാൾ അതിനുവേണ്ടി തെളിവുകൾ ഉണ്ടാക്കും. ഐ എം സോ ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. മേരി, എനിക്ക് ഉറപ്പുണ്ട്. ഭ്രാന്താണ് ജോൺ. ഭ്രാന്ത്? എനിക്ക് ഭ്രാന്ത്? എനിക്ക് ഇത്ര അഭിമാനബോധം പേടിയുണ്ടായിരുന്നോ ജോൺ? അപ്പൊ നിനക്ക് നിന്റെ കൂടെ കിടന്ന പെണ്ണിന്റെ അഭിമാനം നോക്കണ്ടേ? ചെല്ല്, പോയി കൊന്നിട്ട് വാ. കാണട്ടെ നിന്റെ മിടുക്ക്. എന്താണ് ഇതിന്റെ പ്രശ്നം? നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? Why are you ignoring me? എനിക്ക് നിന്നെ വേണ്ട.